നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലഹരിയിൽ സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ആഷിഖ് എന്ന പ്രതിയുടെ മുഖം മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനായില്ല. കാരണം ക്രൂരമായ ഒരു അരുംകൊല നടത്തിയതിനു ശേഷം പ്രതി ആ കൃത്യത്തെ ന്യായീകരിക്കാൻ നാട്ടുകാർക്ക് മുമ്പിൽ പറഞ്ഞത് ജന്മം നൽകിയുള്ള ശിക്ഷ നടപ്പാക്കി എന്നാണ്. അതായത് കുറെ മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ സംഭവം മലയാളികളൊന്നും അത്ര പെട്ടെന്ന് മറന്നിട്ടുണ്ടാകില്ല. സംഭവം അല്ലെ, സ്വന്തം മാതാവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ സംഭവം. അത് ക്യാൻസർ പേഷ്യന്റ് ആയ ഒരു ഉമ്മയെ, മകന് വേണ്ടിയിട്ട് ജീവിച്ച ഒരു ഉമ്മയെ 1.5 വയസ്സുള്ളപ്പോൾ തന്നെ പിതാവ് ഉപേക്ഷിച്ചു പോയതാണ്. അന്നോട്ട് കൂലിപ്പണി എടുത്തും മറ്റും ആ ഉമ്മ മകനെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത ആ ഉമ്മേനെ അതിക്രൂരമായിട്ട് വീടിനുള്ളിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നു എന്നൊരു ചോദ്യം വരും. അപ്പോ കാരണം ആ പ്രതിയുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം യാസർ എന്ന് പറയുന്ന വ്യക്തി ഭാര്യയെ പൈശാചികമായി 3 വയസ്സുള്ള കുഞ്ഞിന്റെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഉമ്മയെ ഉപദ്രവിച്ച ആഷിഖും ഇപ്പോൾ ഈ ഭാര്യയെ കൊലപ്പെടുത്തിയ യാസറും, ഇവർ രണ്ടുപേരും ഒരു സെൽഫിക്ക് പോസ് ചെയ്യുന്ന, ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് സെൽഫിയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതെ, ഇവരുടെ ആ ബന്ധത്തെ കുറിച്ച് ചോദ്യം ചെയ്തത് കൊണ്ടാണ് പലപ്പോഴും ഷിബിലിയെ മർദ്ദിച്ചു അതിക്രമിച്ചു ഒക്കെ യാസർ പെരുമാറിയിരുന്നത്. ഇപ്പൊ യാസർ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ഭാര്യയോട് ചെയ്തത്? ശരിക്കും വളരെ ഒരുപാട് നാളുകളായിട്ട് ഇത്തരത്തിലൊരു ഉപദ്രവം. അയാള് ലഹരിക്ക് അടിമയായിരുന്നു. അപ്പോ ഇയാളൊരു തട്ടുകടയൊക്കെ തുടങ്ങിയിരുന്നു. ഈ തട്ടുകടയുടെ മറവില് ലഹരിയൊക്കെ വിറ്റിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ഒരു തവണ അടപ്പിച്ചു പൂട്ടിയതാണ്. അതിനുശേഷം വീണ്ടും ആ കട തുറന്നു. ഈ പറയുന്ന ആഷിഖ് ഈ പ്രതിയുടെ സഹായത്തോടെയൊക്കെയായിരുന്നു അവിടെ ലഹരി വിറ്റിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഈ ലഹരിക്ക് അടിമയായ ഈ യാസർ പലപ്പോഴും ഷിബിലിയെ മർദ്ദിച്ചിരുന്നു. ഷിബിലി വീട്ടിൽ ആദ്യം ഷിബിലിയുടെ നിക്കാഹ് കഴിഞ്ഞതാണ്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിന് മുമ്പായി ഈ യാസറിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. അപ്പോ അതായത് ഈ യാസറുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചു എന്ന് ഷിബിലി പറഞ്ഞതിന് ശേഷമാണ് പിതാവ് മറ്റൊരു നിക്കാഹ് നടത്തിയത്. വിവാഹത്തിന് മുൻപായാണ് ഈ യാസറിനൊപ്പം ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇറങ്ങിപ്പോയതിനു ശേഷം ഏകദേശം അതായത് എന്തായാലും വീട്ടുകാരുടെ വാക്കിന് വില കൊടുക്കാതെ ഇറങ്ങി തിരിച്ചതാണ് ഷിബിലി. അപ്പോൾ ഷിബിലിക്ക് ഈ യാസറിൽ നിന്നുള്ള പീഡനമൊക്കെ വീട്ടിൽ പറയുന്നതിനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം താൻ ഒരു വിധത്തിലും വീട്ടുകാരെ പറഞ്ഞിട്ട് കേൾക്കാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്റെ അവസ്ഥ ഇതൊക്കെയാണ് എന്ന് വീട്ടുകാരെ അറിയിക്കുമ്പോൾ വീട്ടുകാർ തന്നെ തിരിച്ചു കുറ്റപ്പെടുത്തും എന്നുള്ളൊക്കെയുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് പറഞ്ഞിരുന്നില്ല. പക്ഷേ മൃഗീയമായിട്ട് പലപ്പോഴും ഷിബിലിയെ ഇവൻ ആക്രമിച്ചിരുന്നു. പീഡനം സഹിക്കാൻ വയ്യാതെയാണ്. ഇപ്പോൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്തു കൂട്ടണമെന്ന് മനുഷ്യർക്ക് പറയാൻ അറിഞ്ഞൂടാ. ലഹരിയുടെ ഒരു ഇതിലാണ് ഭാര്യ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നു, ഉപദ്രവിച്ചിരുന്നു അല്ലേ? പക്ഷെ ഈ കൃത്യം നടത്തുന്ന സമയം പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നില്ല. അപ്പോ ഈ പ്രതി അതിക്രൂരമായിട്ടൊക്കെയാണ് ഷിബിലിയെ ആക്രമിച്ചിരുന്നത്. അങ്ങനെ അതിൽ സഹികെട്ടായിരുന്നു ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നത്, വീട്ടിൽ വന്നു. അതിനു മുമ്പ് തന്നെ ഒരു വട്ടം ഭാര്യയോട് എല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി എങ്കിലും അവിടുത്തെ വീട്ടിലെത്തിയിട്ട് ആ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് അതിഭീകരമായിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അയൽവാസി തന്നെ ആ മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ പീഡനം തുടർന്നതോടെ നിൽക്കക്കളിയില്ലാതെയായിരുന്നു വീണ്ടും മകളുമായിട്ട് ഈ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ പിതാവ് പിന്നീട് ഇയാൾക്കൊപ്പം പോകാനായിട്ട് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഷിബിലി ഇയാൾക്കൊപ്പം പോവാത്തതിന് പ്രധാന കാരണം പിതാവാണെന്ന് കരുതി പിതാവിനെയും കൊലപ്പെടുത്താൻ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കുന്ന സമയത്ത് ഷിബിലിയെ ആദ്യം ഉച്ചയ്ക്ക്, അതായത് മകളുടെ പിറന്നാളായിരുന്നു, അപ്പൊ പിറന്നാളിന് ഈ യാസറിനെ ക്ഷണിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പ്രകോപനം ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് വാട്സാപ്പില് ഈ ഷിബിലിയുടെ ചിത്രം ഷിബിലിയുടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചൊരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രതി ഇവിടേക്ക് എത്തുന്നത്. പ്രതി ഇവിടേക്ക് എത്തി 3 വയസ്സുള്ള മകളുണ്ട്, ആ സമയത്ത് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്. ആ സമയം അവിടേക്ക് എത്തി ഇയാൾക്കൊപ്പം ചെല്ലണമെന്ന് ഷിബിലിയോട് ആവശ്യപ്പെടുന്നു. ഷിബിലി അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് കൈയോടെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുത്തിടുകയാണ്. പുറത്തേക്ക് വലിച്ചെടുത്ത് ഇട്ടുകൊണ്ട് ഷിബിലിയുടെ പുറത്തേക്ക് കയറിയിരുന്ന് ഏകദേശം 11ഓളം തവണ കുത്തുകയാണ്. ഷിബിലി അവിടെ തന്നെ മരണപ്പെട്ടു. അപ്പോൾ തടയാനെത്തിയ പിതാവിനെയും കുത്തി. അപ്പൊ പിതാവിനെ ആദ്യം സീരിയസ് ആയിട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നെ ഉമ്മേനെയും ആക്രമിച്ചു. അയൽവാസി ഓടി എത്തിയപ്പോഴൊക്കെ മൂവരും ചോരയിൽ കുളിച്ചു കിടക്കുകയാണ്. ഈ ആക്രമണത്തിന്റെ ശബ്ദവും ഈ ആക്രമണവും രക്തത്തിൽ പുരണ്ട എല്ലാ
എന്താ ആ അത്രയും ഭീതികരമായ ഒരു അവസ്ഥ. അതൊക്കെ കണ്ടുകൊണ്ട് ഒരു 3 വയസ്സുകാരി തൊട്ടടുത്തുണ്ടായിരുന്നു. ആ കുഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. ആ രാത്രി മുഴുവൻ ഒറ്റപ്പെട്ട് ആ കുഞ്ഞ് ആ വീട്ടിനകത്തുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് അലറി വിളിച്ച് ആ കുഞ്ഞിന്റെ ഭയം ഇപ്പോഴും അതിനെ വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം ഉപ്പയാണ് ഒരു ഉമ്മേനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കൊടുത്തിരിക്കുന്നത്. കാരണം അവനെ ഒരു ഉപ്പ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അവനൊരു ഭർത്താവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്ര പൈശാചികമായിട്ടാണ് ഈ ലഹരിക്ക് അടിമയായിട്ട് ഇത്തരത്തിലൊരു മൃഗീയ കൊലപാതകം നടത്തി, ആക്രമണം നടത്തി ഈ പ്രതി വിലസിയിരിക്കുന്നത്. യാതൊരു തരത്തിലും ഒരു കൂസലുമില്ല. കാരണം പറയുന്നുണ്ടോ? അതായത് ഇന്ന കാരണം കൊണ്ടാണ് ഭാര്യ ആക്രമിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ? ഇവനൊപ്പം പോവാൻ തയ്യാറാകാത്തതാണ് ഷിബിലി ചെയ്ത തെറ്റ്. ഷിബിലി എങ്ങനെ പോവാൻ കഴിയും? ഇതുപോലെയുള്ളവന്മാരോട് എങ്ങനെ പോയി ജീവിക്കും? അതാണ് പലപ്പോഴും പലതരത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒരു തരത്തിലും യാസിർ ലഹരിക്ക് അടിമയതിനു ശേഷം ഒരു തരത്തിലും സമാധാനം കൊടുത്തിരുന്നില്ല. ഈ പെൺകുട്ടിയുടെ എല്ലാ സ്വർണവും അവൻ വിറ്റിരുന്നു. അങ്ങനെ പലതരത്തിലും എല്ലാ തരത്തിലും. അത് മാത്രമല്ല, ഷിബിലിയുടെ പേരിൽ പല വായ്പകളും എടുത്തിരുന്നു. ആ വായ്പകളൊക്കെ ഇവന് വേണ്ടിയായിരുന്നു, യാസിന് വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ അവസാനം അടയ്ക്കേണ്ടി വന്നത് ഇവക്കാണ്. അപ്പോൾ അത്തരത്തില് ഭയങ്കരമായിട്ട് ടോർച്ചറിങ് ഷിബിലി നേരിട്ടിരുന്നു. ആ 3 വയസ്സുകാരി എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലേ ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട്? ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ, ഒരു കുഞ്ഞു മനസ്സല്ലേ, ആ കുഞ്ഞ് അനാഥയായി മാറിയിരിക്കല്ലേ. ഇപ്പൊ ഈ പ്രതി ഈ ഷിബിലിയുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഉപദ്രവിച്ചു അല്ലേ. അപ്പൊ ഈ കുട്ടി വല്ലാത്തൊരു എന്തൊക്കെയാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. കുടുംബ പ്രശ്നങ്ങളുടെ മേലെ ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വീണ്ടും ആ ഒരു സംഭവം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും എന്ത് ഒരു നിസ്സഹായ അവസ്ഥ. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ച്, അതായത് അവിടെയുള്ള മെമ്പർ അടക്കം ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ആ ഒരു നിലപാടെടുത്തതിന്റെ ആ ഒരു ടൈമിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ആദ്യം പോലീസിനോട് പറഞ്ഞത്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവളെ കൊലപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പിതാവിനെ കൊലപ്പെടുത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പ്രതി പറഞ്ഞത്. പക്ഷേ ഈ അയൽവാസി കാണുന്നത് എന്താ, ഈ പെൺകുട്ടിയുടെ കൈയോടെ പിടിച്ച് നിലത്തേക്ക് ഇട്ടിട്ട് അവളെ പുറത്ത് കയറി ഇരുന്നിട്ടാണ് കുത്തി കൊലപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതി 2 നിലപാടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇവരെയൊക്കെ സ്പോട്ടിൽ അതായത് ഇങ്ങനെ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നവരെ സ്പോട്ടിൽ തന്നെ തീർക്കാനുള്ള ഒരു നിയമം നാട്ടിൽ വരണം. ഇനി എത്ര കാലം ഇവന് ഇവിടെ പോറ്റി പുലർത്തും? തെളിവെടുപ്പ്, അത് ഇത് മറിച്ചത് മറ്റത്, പിന്നെ കോടതിയിൽ പോകുന്നു. ഓക്കെ, കോടതി ശിക്ഷ വിധിച്ചാൽ തന്നെ നടപ്പിലാക്കാൻ എത്ര കാലം എടുക്കും? ആ വേദന അറിഞ്ഞു തന്നെ ഇങ്ങനെയുള്ള ഒരു മറ്റൊരാളെ കൊലപ്പെടുത്തുന്ന വ്യക്തി അതേ വേദന അറിഞ്ഞു തന്നെ ഒരു അത്തരത്തിലൊരു ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം എന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണം. എങ്കിലേ ക്രൈം കുറയുള്ളൂ, എങ്കിലേ ആൾക്കാരൊന്ന് പേടിക്കുള്ളൂ. സൗദിയിലുള്ള നിയമം തന്നെ ഇവിടെയും വരണമെന്ന് തന്നെയാണ് ഇങ്ങനത്തെ. കാരണം കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ ക്രൈംസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ കൊലപാതകങ്ങളും. അത് കൊലപ്പെടുത്തുന്നത് അപ്പുറത്ത് വീട്ടിൽ ഇപ്പുറത്ത് അങ്ങനെയല്ല. സ്വന്തം ഭാര്യ, സ്വന്തം പിതാവ്, സ്വന്തം അമ്മ, സ്വന്തം അനുജൻ, ഇങ്ങനെയാണ് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രക്തബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത രീതിയിൽ പൈശാചികമായ കൊലപാതകങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വന്തം ഭാര്യയെ ഒരല്പമെങ്കിലും, അയാളൊരു പിതാവായിരുന്നെങ്കിൽ സ്വന്തം കുഞ്ഞിന്റെ മുന്നേറ്റ് അമ്മ എങ്ങനെ തീർക്കുമായിരുന്നു? ആ 3 വയസ്സായ കൊച്ചു എന്ത് പിഴച്ചു? ഇവന്റെ മകളായിട്ട് പിറന്നതാണോ കൊച്ചു ചെയ്ത് തെറ്റ്? സ്വന്തം അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു 3 വയസ്സായി ഉമ്മ കുത്തേറ്റ് പിടഞ്ഞ് മരിക്കുന്നത് മാത്രമല്ല, ഉപ്പാപ്പനെ ഉമ്മമ്മനെ ഒക്കെ ആക്രമിക്കുന്നത് നേരിട്ട് കണ്ടിരിക്കുകയാണ്. അവർക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അപ്പോൾ ആ രാത്രി മുഴുവൻ ആ കുഞ്ഞ് ഒറ്റയ്ക്ക് പേടിച്ചരണ്ട് കഴിയുകയാണ്. ഇപ്പോൾ ശിവയുടെ സഹോദരിക്കൊപ്പമാണ് ഈ കുഞ്ഞുള്ളത്. അപ്പോൾ എന്താ പറയാ, മൊത്തത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി. ഒരു നിമിഷം കൂടെ, ഒരു വെറും 15 മിനിറ്റ് കൊണ്ടാണ് പ്രതി ഒരു കൊലപാതകവും ആക്രമണവും ഒക്കെ നടത്തിയിരിക്കുന്നത്. ഈ അയൽവാസി ഈ ബഹളം കേട്ട് ഇവിടേക്ക് ഓടിയെത്തിയപ്പോൾ അവിടെ മൊത്തത്തിൽ രക്തക്കളമായിരുന്നു. ഷിബിലി അവിടെ വെച്ച് തന്നെ മരിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് അദ്ദേഹത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം തൊട്ടടുത്തുള്ള സൈക്കിൾ എടുത്ത് വീശിയിട്ടാണ് ഈ യാസിറിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവൻ കത്തി വീശി അയാളെ ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇയാള് രണ്ടാമതും സൈക്കിൾ എടുത്ത് വീശിയപ്പോഴാണ് ഇവന്റെ കാറിന്റെ ഗ്ലാസ് പൊട്ടിയത്. ആ പൊട്ടിയ ഗ്ലാസോട് കൂടിയാണ് ഇവൻ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതായത് നിർത്തി രക്ഷപ്പെടാൻ കണക്കാക്കിയായിരുന്നു ആ കാറൊക്കെ പാർക്ക് ചെയ്തിരുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ഉമ്മ മരിക്കുകയും ഉപ്പ ജയിലിലാകുകയും ചെയ്തു. ആ മാതാപിതാക്കൾ, അതായത് ഉമ്മയുടെ മാതാപിതാക്കൾ ആശുപത്രി വിട്ടിട്ടില്ല. അപ്പോൾ ആ 3 വയസ്സുകാരി കുഞ്ഞിനെയും കൊണ്ട് ഈ ഷിബിലിയുടെ സഹോദരി എങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ആ നാട്ടുകാർ വിങ്ങുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഖബറടക്കത്തില് ആ കുഞ്ഞിനെ കൊണ്ടുവന്നായിരുന്നു.
ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലേ ഒരു നിഷ്കരണം ആ കുഞ്ഞിനെ ഇത്തരത്തിലേക്ക് ഉപ്പയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ആ പിതാവെന്ന് പറയാനുള്ള ഒരു യോഗ്യത പോലും ഇല്ല. ഈ ലഹരിക്ക് അടിമയായിട്ട് ഇത്തരത്തിൽ പ്രതികള് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഷിബിലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർ ഉറപ്പിച്ച ഒരു നിക്കാഹിന് തയ്യാറാകാതെയാണ് യാസിനൊപ്പം ഇറങ്ങിപ്പോയത്. പക്ഷേ ആ സമയത്തെടുത്ത ഒരു തീരുമാനം എന്ന പേരിൽ നമുക്ക് ആ പെൺകുട്ടിയെ തള്ളിക്കളയാൻ കഴിയില്ല, ഒരിക്കലും പറ്റില്ല. കാരണം അറിയുന്നില്ലല്ലോ ഇവൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവൻ ഒരു ക്രൂരനാണ്, ഇവൻ ലഹരിയാണ്, അല്ലെങ്കിൽ ഇവൻ നാളെ എന്നെ കൊല്ലുമെന്ന് അറിയാതെ സ്നേഹത്തിന്റെ പുറത്ത് പോകുന്നതല്ലേ. അവൾ അങ്ങനെ ആ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ പുറത്തായിരിക്കും പോയത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ തല തിരിഞ്ഞു പോയി, അല്ലെങ്കിൽ തകിടം മറിഞ്ഞു പോയി. അപ്പൊ നമുക്ക് ഒരിക്കലും ആ കാര്യത്തില് ആ കുട്ടിയെ ഒരിക്കലും പക്ഷേ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ ഇറങ്ങി പോയതാണ്, താൻ തന്നെ അനുഭവിക്കണം എന്ന രീതിക്ക് അങ്ങനെ പെരുമാറുമോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്നായിരിക്കും. അതുകൊണ്ടാണ് ഷിബിലിയെ ചേർത്ത് പിടിച്ചു സാഹചര്യം വന്നിട്ട് പോലും ഷിബിലി ഈ ഒരു ബന്ധം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതായിട്ടാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി അത്രത്തോളം ദുരിതം ഇയാൾക്കൊപ്പം നിന്ന് അനുഭവിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന നിമിഷത്തിലാണ് എല്ലാം തകർത്തുകൊണ്ട് ഈ യാസ്ര വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പം ഈ ഹോസ്പിറ്റലിൽ നിന്ന ഉമ്മയും വാപ്പയും ഒക്കെ മകളുടെ ശരീരം അവസാനമായി ആശുപത്രി പരിസരത്ത് നിന്നാണ് കണ്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇരുവരെയും ആ മൃതദേഹം കാണിച്ചത്. അപ്പോൾ ഉമ്മ ആംബുലൻസിനുള്ളിലും പിതാവ് ആ ആശുപത്രി ചക്ര കസേരയിൽ ഇരുന്നാണ് ആ പേവാടിന് സമീപം മകളുടെ മൃതദേഹം അവസാനമായി കണ്ടത്. അപ്പോൾ അതിക്രൂരമായ ഒരു സംഭവമായി പോയി ശരിക്കും, അല്ലേ? ശരി, എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ലഹരി തന്നെയാണ്, ലഹരി എന്നതിലുപരി ലഹരി ഉപയോഗിക്കുന്ന ആ വ്യക്തി തന്നെയാണ് ഇവിടെ കുറ്റക്കാരൻ എങ്കിൽ പോലും ഒരു ചുറ്റിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ചുറ്റിലും അനാഥരാകുന്ന, ചുറ്റിലും വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊരു മാനസികാവസ്ഥ, അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ചുറ്റും ഉള്ള ഒരു വിങ്ങുന്ന ഒരു അവസ്ഥ, അക്ഷരാർത്ഥത്തിൽ ആ ഒരു അവസ്ഥ അതിജീവിക്കുക ഭയങ്കര പ്രയാസം തന്നെയാണ്. അതെ, ഈ നാട്ടുകാർ പറയുന്നുണ്ട് താമരശ്ശേരി ചുരത്തിലെ തട്ടുകടകളൊക്കെ ഈ ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രം എന്നാണ് ജനകീയ സമിതി പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഈ യാസിർ നടത്തിയിരുന്ന തട്ടുകട ഒരു തവണ അടപ്പിച്ചതാണ്. പിന്നീട് വീണ്ടും ഈ തട്ടുകട തുറന്നു. പിന്നീട് ഇതിന്റെ മറവിൽ വീണ്ടും ലഹരി വിൽപ്പനയൊക്കെ ആരംഭിച്ചിരുന്നു. ശരിക്കും ഈ ലഹരി വ്യാപനം ലഹരിന്റെ മറവിലാണ്. ഇപ്പോൾ ബോധത്തിൽ ചെയ്യുന്ന കൊലപാതകങ്ങളുമുണ്ട്, ബോധം ഇല്ലാതെ ചെയ്യുന്നതും, എങ്കിലും കൂടുതലും ബോധമില്ലാതെ ചെയ്യുക അല്ലെങ്കിൽ ലഹരിന്റെ ഒരു അടിമത്തത്തിൽ നിന്ന് ചെയ്യുന്ന ഒരുപാട് കൊലപാതകങ്ങൾ. ശരിക്കും ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം ഇപ്പോൾ ക്യാമ്പയിനുകളൊക്കെ ശക്തമാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ കുറച്ചുകൂടി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു, അല്ലേ? എന്നാൽ ഇപ്പൊ തുടങ്ങിയ പോരാട്ടം അത് നല്ല രീതിയിൽ തന്നെ പോട്ടെ. ഈ ലഹരിയെ നാട്ടിൽ നിന്ന് തുരത്തുക തന്നെ വേണം, ലഹരി മാഫിയെ തുരത്തുക തന്നെ വേണം. ഈ ലഹരിക്ക് അടിമാവുന്നതിന് സ്വയം നശിക്കട്ടെ, അത് ഉപയോഗിക്കുന്നവർ സ്വയം അങ്ങ് നശിച്ചു പോട്ടെ, കുഴപ്പമില്ല. മറ്റുള്ളവരെ ഈ ലഹരി ഉപയോഗിച്ച് മറ്റുള്ളവരെയും കൂടി കൊലപ്പെടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടി ഉപദ്രവിക്കുമ്പോഴാണ് ഇത് ഭയാനകമാവുന്നത്. സ്വയം ലഹരി കഴിച്ച് നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ. അല്ല, ഇപ്പൊ ഈ ജനകീയ സമിതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ താമരശ്ശേരി മേഖലയിൽ ഈ രാസലഹരിക്കെതിരെ നിലപാടെടുക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തകരൊക്കെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആ നിലപാടെടുത്തിരിക്കുന്നവരുടെ ഫോട്ടോ ഒക്കെ പ്രചരിപ്പിച്ചിട്ട് അവരെ മർദ്ദിക്കുമെന്നൊക്കെയാണ് ഭീഷണി മുഴക്കുന്നത് ഈ ലഹരിക്ക് അടിമയായവരൊക്കെ. അപ്പോൾ അത്തരത്തിൽ ബോർഡുകളൊക്കെ ലഹരിക്കെതിരായ ബോർഡുകളൊക്കെ ഈ ക്രൈം ചെയ്യുന്നവരൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസും ഇവരെ സഹായിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഈ ജനകീയ കർമ്മ സമിതി പറയുന്നത്. പോലീസിന്റെ ഒരു അനാസ്ഥ കൂടെ ചിലപ്പോൾ ഈ ഒരു ക്രൈമിന് ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. ഈ യാസിർ എന്ന് പറയുന്ന പ്രതി അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു പ്രതിയാണ്. അപ്പോ ഈ ഷിബിലി ഈ യാസിറിനെതിരെ പരാതി വരെ കൊടുത്തിരുന്നതാണ്. എന്നിട്ടും എന്താണ് ആ ഒരു പോലീസ് എടുത്ത നിലപാട്? നമുക്കത് ചോദിക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും പോലീസ് ഒരു പരിധിയില്ലേ, ഇടപെടുന്നതിനും ഒരു പരിധിയില്ലേ. പോലീസ് ക്രമസമാധാന പരിപാലകരാണ്, അവർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുപോലെ ഇടപെടേണ്ടവർ തന്നെയാണ്. അപ്പോൾ ലഹരിക്കെതിരെ ലഹരി ഈ സുലഭമായിട്ട് നാട്ടിൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യത്തെയാണ് ശരിക്കും തുരത്തേണ്ടത്. ലഹരി എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെ ലഹരി ഈ നാട്ടിലോട്ട് ലഹരി എങ്ങനെ വരുന്നു? അപ്പോൾ ആ കിട്ടുന്ന ഒരു സാഹചര്യത്തെ തടയേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ അധികാരികളും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. ലഹരിക്കെതിരെ ശരിക്കും നമ്മൾ ഇപ്പോഴേ ഒരു പ്രവർത്തനം, അതിനെതിരെ ഒരു പ്രവർത്തനം വ്യാപിപ്പിച്ചില്ല എങ്കിൽ ഈ കേരളം മൊത്തം ലഹരീൻ്റെ അടിമയിലായി പോകും. ലഹരീൻ്റെ അടിമയിലാകുന്നത് പോട്ടെ, അവർ സ്വയം നശിക്കുന്നത് പോട്ടെ, മറ്റുള്ളവരെ അവർ നശിപ്പിക്കും. ശരിക്കും ഒരു സാമൂഹിക വിപത്തായിട്ട് ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെ
സംഭവങ്ങൾ എടുക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലഹരിക്കെതിരെ സർക്കാർ ശരിക്കും വേണ്ടുന്ന രീതിയിലുള്ള നടപടി എടുത്തേ മതിയാകുള്ളൂ. കേരളത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർധനവ് ഉണ്ടാകുമ്പോഴും സാമൂഹ്യ സുരക്ഷയ്ക്ക് ഉതകുന്ന യാതൊരു നടപടികളും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാർ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനൊക്കെ ശക്തമാക്കുന്നുണ്ട്. ലഹരിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിന്റെ വീഴ്ചയൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമായി മാറുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ സ്വയം ഒരു ഇത് വേണ്ടേ, നമ്മൾ അവനവനെ അവെയർ ചെയ്യുക, അല്ലെങ്കിൽ അവനവനെ ബോധവൽക്കരണം ചെയ്യുക. ബോധമില്ലാത്ത മനുഷ്യരോട് എങ്ങനെ ബോധം വരുത്താനാണ്? ഉപയോഗിക്കാൻ പോകുമ്പോൾ ചിന്തിച്ചൂടെ? ഈ അടിമകളായി കഴിഞ്ഞാൽ പിന്നെ അവർ അടിമയാകാതിരിക്കുക, അത് എന്റെ ചോയ്സ് ആണ്. ഞാൻ ലഹരി ഉപയോഗിക്കണോ വേണ്ടയോ എന്ന്. ഉപയോഗിക്കരുത് എന്ന് ചിന്തിച്ച് എനിക്ക് ലഹരി വേണ്ടെന്ന് ആദ്യം സ്വയമായി രക്ഷിക്കുക. ഈ ഉപയോഗിക്കുന്നവരാണല്ലോ പാവപ്പെട്ടവരെ നെഞ്ചത്ത് കയറുന്നത്. അതെ, അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് ഈ സർക്കാർ ഇടപെടണം എന്ന് നാട്ടുകാർ പറയും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പം മദ്യപിക്കാൻ പോവാണ്. ഞാൻ ആ മദ്യം വേണോ വേണ്ടയോ, അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം ഞാനാണ്. ആ മദ്യം അവിടെ വരുത്തിയതാരാണ്? ആ മദ്യം ശരി അവിടെ ഇരിക്കട്ടെ, അത് ഉപയോഗിക്കാൻ പോകുന്നത് ആരാണ്? അത് എടുക്കണം അല്ലെങ്കിൽ കുടിക്കണമെന്ന് ചിന്തിക്കുന്നത് ആരാണ്? ഇപ്പൊ മദ്യം ഉപയോഗിക്കുന്നതല്ലോ, മദ്യം ഉപയോഗിക്കുന്നവൻ അത് ഉപയോഗിച്ചിട്ട് പൊയ്ക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവൻ ചെല്ലുന്നത് മദ്യം ഉപയോഗിക്കാതെ പാവപ്പെട്ടവരുടെ നെഞ്ചിലേക്കാണ് കയറുന്നത്. അതാണ് ഇവിടെ ചോദ്യം. അത് കഴിച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്ട് ഞാൻ പറയുന്നത്. ഞാനിപ്പോ ലഹരി ഉപയോഗിക്കാൻ പോകുകയാണ്, എനിക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നിൽ എനിക്ക് ലഹരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എനിക്ക് ലഹരി ഉപയോഗിക്കേണ്ട. അത് എന്റെ ചോയ്സ് ആണ്. എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആദ്യം സെൽഫായിട്ടുള്ള ഒരു തീരുമാനം വേണം. എന്നിട്ട് ലഹരിക്ക് അടിമയായതിനു ശേഷമുള്ള കാര്യമൊക്കെ ബാക്കി ചുറ്റുമുള്ളവർ തീരുമാനിച്ചോളൂ. അല്ലാതെ സ്വയമായിട്ടൊന്ന് എനിക്ക് ലഹരി വേണ്ട, ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് സ്വയം തീരുമാനിച്ച് ലഹരി മാറ്റാൻ പറ്റില്ലേ? ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂലേ? ഈ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ അതിന് പറ്റുമായിരിക്കും. ചിലപ്പോൾ ഞാൻ പറയുന്നത് അതിന് മുന്നേ ഉള്ളത് തുടങ്ങുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ലഹരി ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ എനിക്ക് ലഹരി വേണ്ട, ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ഞാൻ തൊടില്ല എന്നൊരു തീരുമാനം സ്വന്തമായിട്ട് എടുത്ത ലഹരിക്ക് എങ്ങനെ അടിമയാകും? ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് എങ്ങനെ പോകും? ലഹരി ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള കാര്യം ഞാൻ പറയുന്നത് ശരി പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അടിമത്തത്തിലേക്ക് വീണ്ടും പോകും. ഡി അഡിക്ഷൻ സെന്ററിന്റെ സഹായം വേണം. അത് ഉപയോഗിക്കാതിരുന്നൂടെ? അങ്ങനെ ഒരു തീരുമാനം എടുത്തൂടെ? ഒരു മനുഷ്യന് എന്റെ ചോയ്സ് അല്ലേ അത്? ഞാൻ മദ്യം കുടിക്കണോ വേണ്ടയോ, ഞാൻ ലഹരി ഉപയോഗിക്കണോ വേണ്ടയോ? അത് എന്റെ ചോയ്സ് അല്ലേ? അത്തരത്തിൽ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അതിന് അടിമയാകുന്നത്. അത് കാരണമാണ് ഇവിടെ ക്രൈമുകളും കൂടുന്നത്. തീർച്ചയായിട്ടും എന്താ പറയാ, ഒരു കുടുംബം മൊത്തത്തിൽ ശിഥിലമാക്കുന്നത് ഈ ലഹരികൾ തന്നെയാണ്. ഒരു കുടുംബം, അതായത് അവനവൻ നശിക്കുന്നതിന് പകരം മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഈ ലഹരിക്ക് അടിമയായ ക്രിമിനൽസ് എന്ന് പറയുന്നത്. ശിവലിയുടെ കാര്യത്തിലായാലും ആ 3 വയസ്സുകാരിയായ കുഞ്ഞ് ഇനി അത് എന്ത് ചെയ്യും? അതിന്റെ ഭാവി. ഒരു ഉമ്മ നഷ്ടമായി, ഉപ്പ ജയിലിലായി, ആ ഉമ്മുമ്മനെയും ഉപ്പുപ്പനെയും ആശുപത്രിയിലാണ്. ഇപ്പൊ ആകെ ആ സംരക്ഷണ കരങ്ങൾ എന്ന് പറയുന്നത് സഹോദരി മാത്രമാണ്. സഹോദരി വിവാഹിതയാണ്. അപ്പോൾ എത്ര നാൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയും? അതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ മുന്നിൽ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ ചില കമന്റ്സ് കൂടി നമുക്ക് നോക്കാം. അതായത് മാതാപിതാക്കളെ ധിക്കരിച്ച് ഇന്നലെ പരിചയപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിച്ച വേദന അത് അറിയാൻ നമ്മൾ പലതും പറഞ്ഞു പോകും. ആ രീതിയിൽ ഷിബ്ലിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ശരിക്കും കുറ്റപ്പെടുത്തേണ്ട ആ കുട്ടി പോയത് സ്നേഹത്തിന്റെ പുറത്താണ് അല്ലേ? ആ സമയത്ത് അവൻ സ്നേഹം ടൈമിലെടുക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ അത് തിരികെ വരുമ്പോൾ ആ വീട്ടുകാർ കൂടെ ആ പെൺകുട്ടിയെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം കാണിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടെ മുന്നിൽ കാണുകയുള്ളൂ. മറ്റൊരു കമന്റ്, പ്രേമിക്കുന്ന കുട്ടികളോട്, അതായത് പെൺകുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അവൻ മയക്കുമരുന്നിന്റെ അടുത്താണ്, അവൻ കഞ്ചാവാണ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അതൊന്നും പ്രശ്നമാകുന്നില്ല. അവർ സ്വയം പ്രശ്നങ്ങൾ ഇരന്നു വാങ്ങുകയാണെന്ന് പറയുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ശരിക്കും ആ പറഞ്ഞ ഉപദേശത്തിന്റെ അർത്ഥം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നത് പോലും. അത് തന്നെയാണ് ശിബിലിയുടെ കാര്യത്തിലും ഉണ്ടായത്. നമ്മൾ സ്നേഹിക്കുമ്പോൾ അത്രയും ഭ്രാന്തമായിട്ടും അത്രയും അഗാധമായി സ്നേഹിക്കുന്ന സമയത്ത് അവൻ എന്ത് തെറ്റുകാരനാണെങ്കിലും ക്ഷമിക്കുന്ന ഒരു, അല്ലെങ്കിൽ ക്ഷമിച്ചങ്ങ് പോകാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന ചിന്തയിൽ അങ്ങ് പോകും. പക്ഷെ പിന്നീട് ഇത്തരത്തിലുള്ള വിപത്തുകളിലേക്ക് നയിക്കപ്പെടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു കേസിലും ശരിക്കും വേദനാജനകമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അതിക്രൂരമായിട്ടാണ്, ആ പൈശാചികമായിട്ടാണ് ആ ഒരു പിതാവാണ് സ്വന്തം കുഞ്ഞിന്റെ മുന്നിലിട്ട് ആ മാതാവിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ക്രൈമുകൾ ഈ അടുത്തായിട്ട് കൂടി വരുന്നുണ്ട്. ഈ കിടപ്പിലായ ഒരു ഉമ്മാനെ പോലും, ക്ഷമിക്കണം, അമ്മയെ പോലും ഒരു മകൻ മദ്യപിച്ചു കൊണ്ട് വന്നിട്ട് ആ കിടപ്പ് രോഗിയായ അമ്മേനെ മദ്യമായിരുന്നാലും മയക്കുമരുന്നായാലും ലഹരി തന്നെയാണ്. ആ അമ്മയെ റേപ്പ് ചെയ്യാണ്.
അത്തരത്തില് ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് തന്നെ. ഓരോ നിമിഷം എന്ത് പറ്റും, ആരെ കൊലപ്പെടുത്തും, എന്തിനു തയ്യാറായാണ് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ തന്നെ നമുക്ക് കഴിയുന്നില്ല. ഇപ്പൊ ഈ കഞ്ചാവ്, MDMA പോലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത് തടയാൻ എന്തെങ്കിലും പരിശ്രമങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. പിന്നെ മുക്കിന് ബിവറേജസും തുറന്നു വെച്ചിട്ട് മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ പോരാട്ടം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥശൂന്യത കാണുന്നുണ്ട്. ഒരു എന്താ ഒരു യൂസ്ലെസ് വഴിയാക്കുക, എല്ലാം തുറന്നു വെച്ചിട്ട് മുക്കിന് ബിവറേജസ്, മുക്കിന് മദ്യശാല, എന്നിട്ട് ലഹരിക്കെതിരെ പോരാട്ടം അല്ലെങ്കിൽ മദ്യത്തിനെതിരെ പോരാട്ടം, മദ്യപിക്കരുതെന്ന ഉപദേശം. അതെ, എന്തായാലും ഈ ഒരു സംഭവം ഇത് എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു പാഠമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കി തന്നെ തിരഞ്ഞെടുക്കുക. അതിപ്പോൾ ചക്കയായാൽ ചൂഴ്ന്നു നോക്കാൻ പറ്റും, മനുഷ്യനായാൽ പറ്റില്ല എന്ന് പറയും എങ്കിൽ പോലും ഒരു ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടെ തിരഞ്ഞെടുക്കാൻ. ഒന്നിൽ ഒരു പാസ്റ്റ് ലൈഫ് നമ്മൾ എന്തായാലും അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഒരു ബന്ധങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക. ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടാകുമല്ലോ, ആ പാസ്റ്റിന് എന്തായാലും പെട്ടെന്നൊന്നും മോചിതമാകാൻ പറ്റില്ല. വിവാഹിതയാണെങ്കിലും ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ അവകാശമില്ല എന്നൊരു തരത്തിലേക്ക് പോകുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഈ വിവാഹിതരുടെ കാര്യത്തിലായിരുന്നല്ലോ നടക്കുന്നത്. ഈ തേജസിന്റെ കാര്യം നമുക്കറിയാം, കൊല്ലത്തെ ക്രൈം, അതിൽ പോലും ആ പെൺകുട്ടി ഒരു നോ പറഞ്ഞതിന്റെ പേരിലാണ് അങ്ങനെ ഒരു അരുംകൊല നടന്നിരിക്കുന്നത്. അപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിച്ചിരിക്കാൻ അർത്ഥമില്ല, ജീവിച്ചിരിക്കാൻ അവകാശമില്ല എന്നാണ് അതിന്റെ അർത്ഥമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പാസ്റ്റ് ലൈഫ് കൂടി അല്ലെങ്കിൽ ആ ആളിന്റെ ഒരു ചരിത്രവും കൂടി, അതായത് ഒരു പാസ്റ്റ് ലൈഫ്, അതായത് ആ വ്യക്തി ഇന്ന് എന്തായിരിക്കുന്നു അത് അയാളുടെ പാസ്റ്റ് ലൈഫിന്റെ റിസൾട്ടാണ് ആ വ്യക്തി ഇന്നായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പാസ്റ്റ് ലൈഫും കൂടി ഒന്ന് നോക്കിയും കണ്ടും തന്നെ ബന്ധങ്ങളെ തിരഞ്ഞെടുക്കണം. കാരണം ഇന്നത്തെ ഓരോരോ സംഭവങ്ങളും ആ ഒരു പാഠം തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്.